വളരെ നല്ല സ്നേഹത്തോടുകൂടെ മുന്നോട്ട് പോയിരുന്ന കുടുംബജീവിതം പെട്ടെന്ന് തകരാറിലാകുന്നു, ശിഥിലമാകുന്നു. അത് വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തി ത്വലാഖിന്റെ വക്കിലെത്തുന്നു. വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് കോടതികളിലെ കേസിന്റെ പ്രവർത്തനങ്ങളിലേക്ക് എത്തുന്നു. വൈവാഹിക ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സിഹ്ർ സംഭവിച്ചാൽ നമുക്ക് തിരിച്ചറിയാവുന്ന ചില ലക്ഷണങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. 11 അടയാളങ്ങളാണ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സിഹ്ർ സംഭവിച്ചാൽ ഉണ്ടായിരിക്കുക. ഈ 11 അടയാളങ്ങൾ ഉള്ളവരിലൊക്കെ സിഹ്റുണ്ട് എന്നല്ല. ഈ 11 അടയാളങ്ങൾ ഉള്ളവരിൽ ഒരു പക്ഷേ അതിന്റെ കാരണം സിഹ്റായിരിക്കാം എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഒരു കാരണവുമില്ലാതെ, ഒരടുപ്പവും ഒരു ബന്ധവും ഇല്ലാതെ ഇങ്ങനെ പരസ്പരം വിവാഹം കഴിഞ്ഞു പോയതിന്റെ പേരിൽ ഒരുമിച്ച് ജീവിക്കുന്നു എന്നൊരവസ്ഥാവിശേഷത്തിലേക്ക് എത്തുന്നു. അതിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ഒരു കാരണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അടുത്ത സമയം വരെ വളരെ സ്നേഹത്തോടുകൂടി മുന്നോട്ട് പോയിരുന്ന കുടുംബമാണ്. പെട്ടെന്നാണ് ഇതെല്ലാം സംഭവിച്ചത്. എന്നാൽ ഒരുപക്ഷെ അത് സിഹർ കാരണമായിട്ടായേക്കാം. അപ്പൊ അത്തരം സിഹറുകൾ ബാത്തിലാക്കിയാലാണ് ആ കുടുംബജീവിതം നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. വളരെയധികം മനസ്സിലാക്കേണ്ട ചില പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പരസ്പരം ഭിന്നിപ്പുണ്ടെങ്കിൽ, പരസ്പരം അത് സിഹർ ബാധിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും എന്നുള്ളതാണ്. സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ആ കുടുംബജീവിതം തകർക്കാൻ പിശാചിന് അത് സാധിക്കും എന്നുള്ളതാണ്. ഖുർആനിലുണ്ടല്ലോ ആയത്ത്, ഫയതഅല്ലമൂന മിൻഹുമാ മാ യുഫർരിഖൂന ബൈനൽ മർഇ വസൗജിഹി. ഒരാളുടെയും ആളിന്റെ ഭാര്യയ്ക്കുമിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട്, അവരെ വിട്ടുപിരിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഇത്തരം സിഹറുകൾക്കാണ് സിഹ്റു തഫ്രീഖ് എന്ന് പറയുന്നത്. അപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വിട്ടുപിരിക്കുന്നതിനുള്ള ആഭിചാര്യ വിദ്യകൾ പഠിച്ച ആളുകളുടെ അടുക്കൽ പോയി, മാരണം ചെയ്യുന്ന ആളുകളുടെ അടുക്കൽ പോയി, കൂടോത്രം ചെയ്യുന്ന ആളുകളുടെ അടുക്കൽ പോയി, ഈ ബന്ധത്തില് അസൂയയുള്ള, ഈ ബന്ധത്തില് വളരെയധികം ദേഷ്യമുള്ള, ഈ ബന്ധം ഇഷ്ടപ്പെടാത്ത ചില ആളുകളെ, ചില ദുർശക്തികളെയും പൈശാചിക സേവ നടത്തുന്ന ആളുകളെയൊക്കെ സമീപിച്ച് ഒരുപാട് ആളുകൾ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ചെയ്യുന്ന ചില ആളുകളുണ്ട്. അവരൊക്കെ എൻ്റെ വീഡിയോ അത്തരം ദേഷ്യമുള്ളവരൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഞാൻ ആദ്യമേ പറയട്ടെ, ആ ദേഷ്യം നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒഴിവാക്കി വെക്കണം. സ്വർഗത്തിൽ കടക്കാനുള്ള ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് മറ്റുള്ളവരോടുള്ള ദേഷ്യം നമ്മുടെ ഹൃദയത്തിൽ ഇല്ലാതിരിക്കലാണ്. അതുകൊണ്ട് തന്നെ ആഭിചാര പ്രവർത്തനം, കൂടോത്തരം, മാരണം, സിഹർ ഇതെല്ലാം വൻ പാപങ്ങളിൽപ്പെട്ടതാണ്. അവർക്ക് സ്വർഗത്തിന്റെ പരിമളം ആസ്വദിക്കാൻ പോലും സാധിക്കുകയില്ല. അത് വലിയ പാപമാണ്, വലിയ കുറ്റം കിട്ടുന്ന മഹാപാപമാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അത്തരം പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ദുർമന്ത്രവാദികളുടെയോ അമ്പലങ്ങളിലോ ക്ഷേത്രങ്ങളിലോ മറ്റോ പോയി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിലെ സമയത്തിൽ വന്ന തെറ്റിദ്ധാരണയുടെയോ സംശയത്തിന്റെ പേരിൽ പരസ്പരം ദേഷ്യത്തോടുകൂടെ ഇത്തരം പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശാശ്വതമായി നരകമായിരിക്കും അതിന്റെ ശിക്ഷ എന്ന് താക്കീതായി ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ്, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ നല്ല സ്നേഹത്തോടുകൂടെ മുമ്പോട്ട് കൊണ്ടുപോകാൻ, ആ കുടുംബജീവിതം നന്നായി പോകണമെങ്കിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, അവർക്കിടയിൽ നല്ല സ്നേഹവും കാരുണ്യവും വേണം. അപ്പൊ അവർക്കിടയിൽ സ്നേഹവും കാരുണ്യവും ഉണ്ടായിരിക്കുക എന്നുള്ളത് ആ കുടുംബജീവിതം വളരെ നന്നായി സ്മൂത്തായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഉപകരിക്കുന്ന കാര്യമാണ്. അപ്പോൾ സിഹർ തഫ്രീഖ് ചെയ്യുന്ന ആളുകൾ പ്രധാനമായിട്ടും ഈ 2 സംഭവങ്ങളെ ആ ദമ്പതികൾക്കിടയിൽ, ആ കപ്പിൾസിനിടയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി, അതിനെ തീർത്തും എടുത്തു കളയാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അവർ ചെയ്യുക. അതിനുവേണ്ടി സിഹർ ചെയ്യുന്ന ആളുകളുടെ സമീപത്ത് അവർ ചെല്ലും. അവർ ചില ദുശക്തികളെ, ചില ദുർമന്ത്രവാദികളെ അവർ സമീപിക്കും. അവർ സമീപിച്ചിട്ട് അവർക്ക് ആവശ്യമുള്ള ആളുകളുടെ പേരുകളും നാളുകളും അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഇത്തരം ചില ആളുകളെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അവർ ഇതിന്റെ പ്രവർത്തനങ്ങളെ, സിഹിറിന്റെ പ്രവർത്തനങ്ങളെ ശക്തമായി ഫലിക്കാൻ വേണ്ടിയിട്ട് ആർക്കാണോ സിഹിർ ചെയ്യേണ്ടത് അവരുടെ ശരീരവുമായി ഇഴകിച്ചേർന്ന് കിടക്കുന്ന വസ്ത്രത്തിന്റെ അവശിഷ്ടങ്ങള്, ചെരുപ്പുകള്, നഖങ്ങള്, മുടികള്, ഇങ്ങനത്തെയൊക്കെ എടുത്ത് അതും കൂടെ ഈ സിഹിർ ചെയ്യുന്ന ക്രിയകൾക്കൊപ്പം അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ എഫക്റ്റീവായി സംഭവിക്കുമെന്ന് ചില ദുർമന്ത്രവാദി, അത്തരം കേസുകളൊക്കെ നമ്മളുടെ അടുക്കൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്ര ക്ലാരിറ്റിയോടുകൂടി പറയാൻ സാധിക്കുന്നത്.
അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത ചില പ്രവർത്തനങ്ങൾ, ചില ക്രിയകളൊക്കെ നമ്മൾ കണ്ടെടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അത്തരം വസ്ത്രത്തിന്റെ അവശിഷ്ടങ്ങൾ, ചെരുപ്പുകൾ, നഖങ്ങൾ, മുടികൾ, അവരുപയോഗിച്ച പല വസ്തുക്കൾ, ഇതൊക്കെ എടുത്ത് കൊണ്ടുപോയി അവരുടെ പേര് പറഞ്ഞു കൊടുക്കുക, നാള് പറഞ്ഞു കൊടുക്കുക, അവരുടെ സ്ഥലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയിച്ചു കൊടുത്ത് ശക്തമായ രൂപത്തിൽ പിശാചിനെ സേവിക്കുന്ന ചില ആളുകളുടെ അടുക്കൽ പോയിട്ട് ആ ദമ്പതികൾക്കിടയിൽ ഈ സ്നേഹവും കാരുണ്യമൊക്കെ എടുത്തു കളയാൻ വേണ്ടിയിട്ടുള്ള ആഭിചാരക്രിയകൾ, ചില വിദ്യകൾ അവർ ചെയ്തു തുടങ്ങും. അങ്ങനെ ചെയ്തു തുടങ്ങുമ്പോൾ ആ നല്ല സ്നേഹത്തോടുകൂടെ മുന്നോട്ട് പോയിരുന്ന ആ കുടുംബം അതിങ്ങനെ പതുക്കെ അവർക്കിടയിൽ സംശയങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും. ആ ദമ്പതികൾക്കിടയിൽ പരസ്പരം തെറ്റിദ്ധാരണകൾ ജനിക്കാൻ തുടങ്ങും. അവർക്ക് ആ തെറ്റിദ്ധാരണകൾ ജനിച്ച് പിന്നെ അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ദേഷ്യപ്പെട്ട് പരസ്പരം പഴി പറഞ്ഞ് പരസ്പരം ഇല്ലാത്ത കാര്യങ്ങളുടെ പേരിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകൂടി അവസാനം അത് വ്രണപ്പെട്ട് അത് വിവാഹമോചനത്തിലേക്ക് എത്തി, അവസാനം തൊലാഖിലേക്കൊക്കെ എത്തിയിട്ട് അവർ പിരിയുന്ന ഒരു സിറ്റുവേഷനാണ് പല കുടുംബജീവിതത്തിലും സിഹർ തഫ്രീഖുമായി ബന്ധപ്പെട്ട് നാം കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം സിഹറുകൾ ബാത്തിലാക്കാനുള്ള പ്രവർത്തനങ്ങൾ, സിഹർ ബാധിച്ചവര് അത് തീർച്ചയായിട്ടും അത്തരം പ്രവർത്തനങ്ങളിലേക്ക് മുന്നിട്ട് വരണം. ഈ ശൈത്വാനുമായി വന്ന സിഹർ എന്തായാലും സംഭവിക്കുമെന്ന് സിഹറുമായി ബന്ധപ്പെട്ട് തൊട്ട് മുമ്പ് നാം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, 2 വീഡിയോ. ഒന്ന് സിഹർ ബാധിച്ചാലുള്ള 10 ലക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിഹർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സംഭവിച്ചു. സിഹർ ബാധിച്ചാലുള്ള ലക്ഷണങ്ങൾ, ആ സിഹർ ബാധിച്ചാൽ അതെങ്ങനെ ബാത്തിലാക്കാം, പിന്നെ സിഹർ ചെയ്തവരെങ്ങനെ തിരിച്ചറിയാം, ഇങ്ങനെ 3 വീഡിയോകൾ സിഹറുമായി ബന്ധപ്പെട്ട് നാം ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ ദമ്പതികൾക്കിടയിൽ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സംഭവിക്കുന്ന ആ ഒരു പ്രത്യേക സിഹർ, ആ സിഹർ തഫ്രീഖുമായി ബന്ധപ്പെട്ട വിഷയം ആണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ ഇബ്ലീസിന്, പിശാചിന് വലിയ ഇഷ്ടമാണ് ഈ നല്ല രൂപത്തിൽ മുന്നോട്ട് പോകുന്ന കുടുംബജീവിതം. അത് തകർന്നു കാണാൻ പിശാചിന് വളരെ ഇഷ്ടമാണ്. മാത്രമല്ല ഈ പിശാച് ഒരുപാട് ഇബ്ലീസിന്റെ കീഴിലുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ സത്യമാണല്ലോ. അത്തരം ആളുകൾ ഈ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് അവരുടെ നേതാവായ ഇബ്ലീസിന്റെ അടുക്കൽ വരും. ഇബ്ലീസിന്റെ അടുക്കൽ വന്നിട്ട് അവര് കാര്യങ്ങളൊക്കെ പറയും. ഞാൻ ഇന്നാലിന്ന ആളുടെ, അയാളുടെ ഭാര്യയുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ ഞാൻ ഇടപെട്ടിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇന്നയും പ്രവർത്തനങ്ങൾ അവരിൽ ചെയ്യാൻ സാധിച്ചു എന്നൊക്കെ ഈ ശൈത്വാന് അവരുടെ ഇബ്ലീസിനോട് വന്ന് പറയും. അങ്ങനെ ഇബ്ലീസിനോട് വന്ന് പറയുമ്പോൾ ആ ഇബ്ലീസ് അത്തരം പ്രവർത്തനങ്ങളെ കുറിച്ച് പറയും, ഇതൊന്നും ആയിട്ടില്ല, ഈ ചെയ്തതൊന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞ് അപ്പോഴാണ് ആരെങ്കിലും ഒരാൾ അതിന്റെ കൂട്ടത്തിൽ നിന്ന് ശക്തമായ രൂപത്തിൽ ചെയ്ത ആളുകൾ എഴുന്നേറ്റെന്ന് പറയും, മാ തറക്തുഹു ഹത്താ ഫറഖ്തു ബൈനഹു വബൈന അഹ്ലിഹി, ഞാൻ അയാളുടെയും അയാളുടെ ഭാര്യയുടെയും അയാളുടെ കുടുംബങ്ങളുടെയും ഇടയിൽ പരസ്പരം ഭിന്നിപ്പുണ്ടാക്കുന്നത് വരെ ഞാൻ ഇങ്ങോട്ട് പോന്നിട്ടില്ല. അതിന്റെ അറബിയാണ് ഞാൻ വായിച്ചത്. ആ ഭിന്നിപ്പുണ്ടാക്കിയതിന് ശേഷമാണ് ഞാൻ പോന്നത് എന്ന് പറയുമ്പോൾ ഇബ്ലീസ് സന്തോഷിക്കുമെന്നാണ്. ഇബ്ലീസ് അവരെ വല്ലാതെ സ്നേഹത്തോടുകൂടെ ആലിംഗനം ചെയ്ത് നിഅമ അൻത, നീ ചെയ്ത പ്രവർത്തനം വളരെ നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞ് നല്ലോണം സപ്പോർട്ട് ചെയ്യുമെന്നൊക്കെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അത്തരം വിഷയങ്ങളൊക്കെയാണ് പിന്നീട് നാം അത് ത്വലാഖിലേക്കും അതേപോലെ തന്നെ ക്രൂരമായ രൂപത്തിൽ കൊലപാതകങ്ങളിലേക്കും മറ്റുമൊക്കെ എത്തുന്നതായിട്ട് നാം കാണുന്നില്ലേ? എങ്ങനെ അല്ലാതെ സാധിക്കുന്നു? വർഷങ്ങൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് ഒരു പ്രശ്നവും പ്രതിസന്ധിയും ഇല്ലാത്ത എത്രയോ കുടുംബങ്ങൾ തകരുന്ന കാണുന്നില്ലേ? അവർക്കിടയിൽ മറ്റുള്ളവർ നോക്കുമ്പോൾ ഒരു പ്രശ്നവും കാണുന്നില്ല, അല്ലെങ്കിൽ അവർക്കിടയിൽ ഒരു പ്രശ്നവും ഉണ്ടാകാനുള്ള ചാൻസസ് ഇല്ല. അവർ സാമ്പത്തികമായിട്ടുണ്ട്, അവർക്ക് നല്ലൊരു വീടുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഇരു പാർട്ട്നേഴ്സിനും ഉണ്ടായിട്ടും അവർക്കിടയിൽ ഇത്തരം കൊലപാതകങ്ങൾ, ഇത്തരം അനൈക്യമായ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇത് എവിടെ കൗൺസിലിങ്ങിന് പോയിട്ടും എവിടെ ഏത് വലിയ ട്രെയിനേഴ്സിന്റെ അടുത്ത് പോയിട്ട് ഇത് മാറ്റിയെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ശക്തമായ സിഹർ ബാധിച്ചതായേക്കാം എന്നാണ് പറയുന്നത്. അപ്പൊ ആ സിഹർ ബാത്തിലാക്കണം. ആ സിഹർ ബാത്തിലാക്കുന്നതിന്റെ പ്രവർത്തനങ്ങളിലേക്ക് പ്രവേശിക്കണം. നല്ല സന്തോഷത്തോടു കൂടെ പോകുന്ന കുടുംബമാണ് പെട്ടെന്നാണ് ഇതിലേക്കൊക്കെ എത്തുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ പറയാൻ പോകുന്ന 11 കാരണങ്ങൾ പ്രിയമുള്ളവരെ നമ്മുടെ കുടുംബജീവിതത്തിലുണ്ടോ എന്ന് നോക്കുക. അത്തരം ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ ആ സിഹർ ബാത്തിലാക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് ഇറങ്ങി അത് ബാത്തിലാക്കിയാൽ നിങ്ങളുടെ കുടുംബം നല്ല രൂപത്തിൽ മുന്നോട്ട് പോകും. ഇതായിരുന്നു അതിന്റെ തടസ്സമായിട്ട് സംഭവിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കണം.
അപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ആ 11 കാരണങ്ങളാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ കാരണം, വിവാഹം കഴിഞ്ഞതിന് ശേഷം, വിവാഹം കഴിക്കുന്നതിൻ്റെ മുമ്പും അതേപോലെ തന്നെ വിവാഹത്തിന് തൊട്ട് ശേഷമൊക്കെ ആയിട്ട് നല്ല സൗന്ദര്യവും നല്ല ഭംഗിയൊക്കെ തോന്നിയിരുന്ന 2 പാർട്ട്നേഴ്സിനിടയിൽ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഒരു സുപ്രഭാതത്തിൽ പിന്നീട് അങ്ങോട്ട് അവർക്ക് തോന്നുകയാണ് അവൾക്ക് തീരെ ഭംഗിയില്ലല്ലോ, കാണാനൊരു ക്യൂട്ട്നെസ് തോന്നിക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് അതേപോലെ ഭർത്താവിനെ തീരെ ശരിയില്ലല്ലോ, ആദ്യത്തെ പോലെ എന്നല്ലല്ലോ, ഭംഗി തീരെ ഇല്ലല്ലോ എന്നുള്ള പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സൗന്ദര്യമില്ല എന്ന് മാരേജിന് ശേഷം തോന്നിക്കുക. അത് കുറച്ച് കഴിഞ്ഞിട്ട് തോന്നിക്കുക, അതുവരെ ഒരു കുഴപ്പമില്ലാതെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇതിലിങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വെറുപ്പൊക്കെ തോന്നിക്കുന്ന രൂപമാണെന്നുണ്ടെങ്കിൽ അത് ഇത്തരം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ശൈത്വാന് വന്ന് അത്തരം ശൈത്വാനിൻ്റെ പ്രവർത്തനങ്ങൾ അത് തുടങ്ങി എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് അതൊക്കെ. അതേപോലെ തന്നെ വെറുതെ ആവശ്യമില്ലാതെ പരസ്പരം ദേഷ്യമുണ്ടായിരിക്കുക, എന്തിനും ഏതിനും ദേഷ്യപ്പെടുക. അത് ഭാര്യയും ദേഷ്യപ്പെടുക, ഭർത്താവും ദേഷ്യപ്പെടുക, ഒരാവശ്യവുമില്ലാതെ. അതിന് പ്രത്യേക കാരണങ്ങളൊന്നുമില്ല. നമ്മളതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ എന്തെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ചായ, നമ്മളൊരു വൈഫ് ഒരു ചായ കൊടുത്തു കഴിഞ്ഞാൽ ആ ചായ ഭർത്താവിനെ കിട്ടിക്കഴിഞ്ഞാൽ ആ ചായ എടുത്ത് കുടിക്കുന്നതിൻ്റെ ഇടയിൽ കാര്യമായിട്ട് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല, എന്നാലും വെറുതെ ദേഷ്യപ്പെടും, ഒരാവശ്യമില്ലാതെ ദേഷ്യപ്പെടുക, പരസ്പരം സംസാരിക്കാതെ എപ്പോഴും ഇവരുടെ സംസാരങ്ങൾക്കിടയിലൂടെയൊക്കെ ദേഷ്യം, പരസ്പരം കോപിക്കുന്നത്, ഇതൊക്കെയാണ് കടന്നു വരുന്നത്. എന്നാൽ തീർത്തും അത് സിഹറുമായി ബന്ധപ്പെട്ട ഇത്തരം കാരണങ്ങളെ കൊണ്ടായേക്കാം. അതേപോലെ തന്നെ സ്നേഹം കുറയുക, സ്നേഹം കുറഞ്ഞു എന്ന് തോന്നുക പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. യഥാർത്ഥത്തിൽ ഒരു പക്ഷെ അവർക്കിടയിൽ സ്നേഹം കുറഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷെ അവർക്ക് ഇങ്ങനെ തോന്നുക. ഇതൊക്കെ തുടക്കത്തിൽ കാണുന്ന ചില ലക്ഷണങ്ങളാണ്. എൻ്റെ ഭർത്താവിന് എന്നോട് ഇപ്പോൾ പഴയതുപോലെയുള്ള സ്നേഹമില്ലല്ലോ. ഇതിങ്ങനെ എപ്പോഴെങ്കിലും ഒരിക്കലൊക്കെ സ്നേഹം ഇല്ലാന്ന് തോന്നിപ്പോകുന്നതിന് കുഴപ്പമില്ല. ഇത് തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് തോന്നിക്കൊണ്ടേ ഇരിക്കുകയാണ്. എന്നാൽ പൈശാചികമായ ചില വിഷയങ്ങളാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ സിഹർ തഫ്രീഖുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അപ്പോൾ അത് ഒഴിവാക്കണം. അതേപോലെ തന്നെ ഭർത്താവിനും തോന്നും ഭാര്യയ്ക്ക് പഴയതുപോലെ ഒന്നുമില്ലല്ലോ, അവളിപ്പോൾ അവളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് അവളുടെ കുടുംബകാര്യങ്ങളിലേക്കാണ് കൂടുതൽ ശ്രദ്ധ, നാമുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊന്നും കൂടുതൽ ഇടപെടുന്നില്ല. പണ്ടൊക്കെ നല്ല ആക്റ്റീവായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കിയിരുന്നു, ഇപ്പോൾ അത്തരം ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുന്നതിലേക്കൊന്നും ഇറങ്ങുന്നില്ല, എൻ്റെ കാര്യങ്ങളിലൊന്നും കൂടുതൽ ബോധേഡാകുന്നില്ല. ഇത്തരം ഒരു വിഷയം അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ ഒരു സ്നേഹം കുറഞ്ഞു എന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവർക്ക് സിഹറുമായി ബന്ധപ്പെട്ട ആ വിഷയം വന്നിട്ടുണ്ട്, അവരുടെ ദാമ്പത്യ ജീവിതത്തിലെ അത്തരം പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണ്. നാലാമത്തത് ജോലിക്ക് പോകാൻ താല്പര്യമില്ലാതിരിക്കുക. അപ്പോൾ ജോലിക്ക് പോകാൻ താല്പര്യമില്ലാതിരിക്കുക കാരണം ഭർത്താവിന് നല്ല സാലറി ഉള്ള ജോബാണ്, അല്ലെങ്കിൽ നല്ല ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്, ഗവൺമെൻറ് ജോബാണ്, അല്ലെങ്കിൽ നല്ലൊരു പ്രൈവറ്റ് കമ്പനിയിൽ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാലറിയൊക്കെ ഏൺ ചെയ്യുന്ന നല്ലൊരു ജോബാണ്. എന്നാലും പോകാനുള്ളൊരു മടി ഉണ്ടാവുക, ജോലിക്ക് പോകാതിരിക്കാൻ തോന്നുന്നു. അതേപോലെ തന്നെ ഭാര്യക്കും തന്നെ, ഭാര്യ എത്ര പറഞ്ഞാലും ഭർത്താവിന് പോകാനുള്ള താല്പര്യം വരുന്നില്ല. ഭാര്യക്കും തന്നെ വീട്ടിലെ ചില ജോലികൾ, അതാണ് അടുത്തടയാളം, വീട്ടിലുള്ള ജോലികളിൽ വ്യാപൃതനാവാനുള്ള ഒരു താല്പര്യക്കുറവ് ഭാര്യയ്ക്ക് ഉണ്ടാവുക. ഇത് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സമയത്തുണ്ടാകുന്നതിനെ കുറിച്ചല്ല, ഇതിങ്ങനെ എപ്പോഴും ഇത് തോന്നിക്കൊണ്ടേയിരിക്കും. എന്തെങ്കിലും പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഡേ വരുമ്പോൾ, എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനൊരു താല്പര്യം ഇല്ലാണ്ടിരിക്കുക. ആദ്യമൊക്കെ ഉണ്ടാക്കിയതുപോലെ ഒരു ക്വാളിറ്റിയിൽ ഉണ്ടാക്കാൻ തോന്നാതിരിക്കുക. അങ്ങനെ ഭർത്താവിന് നല്ലോണം, ഭർത്താവ് വരുമ്പോഴേക്ക് നല്ല ഫുഡ് ഐറ്റംസ് ഒക്കെ തയ്യാറാക്കി കൊടുക്കണം എന്നൊക്കെ പണ്ടൊക്കെ അങ്ങനത്തെ ചിന്തയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത്തരം വിഷയങ്ങൾക്കൊരു താല്പര്യം വരുന്നില്ല. വീട്ടുകാര്യങ്ങളിൽ, ജോലി, കുടുംബകാര്യങ്ങളിൽ, മക്കളെ നോക്കുന്നതിൽ, അതേപോലെ മൊത്തത്തിലൊരു താല്പര്യക്കുറവ് കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് ഇരുവർക്കും ഉണ്ടാകുകയാണ്. അവരുടെ ജോലി ചെയ്യാനുള്ള താല്പര്യം, അത് ഭർത്താവിനാണെങ്കിൽ ഭർത്താവിൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട്, ഭാര്യയ്ക്ക് ഭാര്യയുടെ വീട്ടുജോലിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു താല്പര്യക്കുറവുണ്ടെന്നുണ്ടെങ്കിൽ അത് അവരുടെ ജീവിതത്തിൽ ആർക്കൊക്കെയോ അസൂയ സംഭവിച്ചിട്ട് അവരത്തരം ഈ നോട്ടങ്ങളിലോ അവരുടെ ഭാഗത്തു നിന്ന് ചില ഷെറുകളൊക്കെ ഉണ്ടായിട്ട് ചില പൈശാചികമായ ഷെറുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളതിൻ്റെ അടയാളമാണ്. അതേപോലെ തന്നെ നമ്മൾ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളൊക്കെ, ബാധ്യതകൾ, ചെയ്യേണ്ട ചില ബാധ്യതകളൊക്കെ മറന്നു പോവുക. അത് ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും മറന്നു പോകും. ഭർത്താവിന് ചെയ്തു കൊടുക്കേണ്ട ചില കാര്യങ്ങൾ ചിലപ്പോൾ ഭർത്താവിന് വന്നാൽ ഉടനെ പതിവായി ചെയ്ത് കൊടുത്തിരുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകും. വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ ഇടാനുള്ള ചെരുപ്പ്,
അങ്ങനെ സ്ഥിരമായി ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ, ചെയ്തു കൊടുത്തിരുന്ന കാര്യങ്ങൾ, അതേപോലെ തന്നെ പെട്ടെന്ന് ഒരു തണുത്ത വെള്ളം കൊടുക്കുന്ന രൂപം, അതൊക്കെ പണ്ട് സ്ഥിരമായി ചെയ്തു വന്നിരുന്നായിരുന്നു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അത് ചെയ്യാൻ മറന്നു പോവുക. അതേപോലെ തന്നെ ഭാര്യയും തന്നെ ഭർത്താവും തന്നെ ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കേണ്ട, ഭാര്യയുടെ ചില സ്പെഷ്യൽ കാര്യങ്ങൾക്കൊക്കെ താല്പര്യം കാണിച്ചിരുന്ന വിഷയങ്ങളൊക്കെ പെട്ടെന്ന് അതൊക്കെ മറന്നു പോവുക. ഇങ്ങനെ മറന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ഭാര്യ ഭർത്താവിന് അയൺ ചെയ്തു കൊടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ അത് പെട്ടെന്ന് ചെയ്യാനുള്ള ഓർമ്മ വരുന്നില്ല, അത് മറന്നു പോവുക. ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവരുടെ ജീവിതത്തിൽ ഇത്തരം സിഹറുമായി ബന്ധപ്പെട്ട വിഷയമുണ്ട് എന്നുള്ളതിൻ്റെ അടയാളമാണ്. അതേപോലെ തന്നെ 7ാമത്തെ അടയാളം, ദുഃഖം എപ്പോഴും ഉണ്ടായിരിക്കുക. ഒരു കാരണം അതിന് കിട്ടുന്നില്ല, എപ്പോഴും ഒരു സാഡ്, എപ്പോഴും ഒരു സന്തോഷമില്ലായ്മ. അത് ഭാര്യക്കാണെങ്കിലും ഭർത്താവിനാണെങ്കിലും ഒരു സന്തോഷമില്ലായ്മ എപ്പോഴും ഉണ്ടാവുക. അതിന് പ്രത്യേക ഒരു കാരണമൊന്നുമില്ല, അതിങ്ങനെ എപ്പോഴും ഇങ്ങനെ ഒരു ദുഃഖം, ഇങ്ങനെ ദുഃഖിച്ച് ഒരു ഡെസ്പടിച്ചിരിക്കുന്ന പോലെ എപ്പോഴും തോന്നും. ഇതൊക്കെ അവർക്കിടയിൽ സിഹ്ർ ബാധിച്ചു എന്നുള്ളതിൻ്റെ അടയാളമാണ്. അതേപോലെ തന്നെ വിവാഹം കഴിഞ്ഞിട്ട് വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ച് 1-2 വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് അവര് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ സെക്സ്, അവര് അത്തരം റിലേഷൻഷിപ്പിൽ ഒരു പ്രധാനമായിട്ടും അവരുടെ ആ കുടുംബജീവിതത്തിൽ അവരുടെ ഒരു പ്രൈവറ്റ് ലൈഫിൽ നടക്കേണ്ട ചില പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട് ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോൾ. അത്തരം വിഷയങ്ങൾക്കൊക്കെ പരസ്പരം താല്പര്യമില്ലാതെ ഒരു വിമുഖത ആണ് അവർക്കുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർക്കിടയിൽ അത്തരം സിഹറുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ട് എന്നുള്ളതിൻ്റെ ലക്ഷണമാണ്. അതേപോലെ തന്നെ 9ാമത്തെ അടയാളം, അവർക്ക് ഇടയ്ക്കിടയ്ക്ക് രണ്ടാളുകൾക്കും ഈ ബന്ധം മുന്നോട്ട് പോകില്ല, ഇത് ഒഴിവാക്കുകയാണ് നല്ലത്, എനിക്ക് ഇവള് യോജിപ്പില്ല. അതേപോലെ തന്നെ ആ ഭാര്യയ്ക്ക് തോന്നാൻ എനിക്ക് അയാളുടെ കൂടെ നിൽക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഭാര്യ ഇത് അവരുടെ സുഹൃത്തുക്കളോടൊക്കെ പറയാം, അയാൾ ഇത്തിരി ശരിയില്ല, എനിക്ക് അയാളോട് കൂടെ നിൽക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുക. അല്ലെങ്കിൽ ഭാര്യയുടെ മനസ്സിൻ്റെ ഉള്ളിൽ തോന്നുക, ഭർത്താവിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ തോന്നുക, പരസ്പരം പറയണമെന്നൊന്നുമില്ല. ഇങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ തന്നെ അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത്തരം ആഭിചാര ക്രിയകൾ ചെയ്യുന്ന ചില കൂടോത്രം ചെയ്യുന്ന ചില ആളുകളെ ഇവരുടെ കുടുംബജീവിതം വളരെ നന്നായിട്ട് മുന്നോട്ട് പോകുന്ന കാണുമ്പോൾ അസൂയ പൂണ്ടിട്ട് ഇവർ ചില മന്ത്രവാദികളുടെ അടുക്കലൊക്കെ ദുർശക്തികളുടെ അടുക്കൽ പോയിട്ട് ചില പിശാച് സേവയുമായി ബന്ധപ്പെട്ട ആളുകളുടെ അടുക്കൽ പോയിട്ട് അവർ ക്രിയകൾ ചെയ്യും. ആ ക്രിയകൾ ചെയ്യുമ്പോൾ ശൈത്വാനുകളെ പറഞ്ഞയച്ചിട്ട് അവർ തോന്നിപ്പിക്കുന്നതാണിത്. അങ്ങനെ തിരിച്ചറിയാൻ സാധിക്കണം. തിരിച്ചറിഞ്ഞിട്ട് അതിനെ ഒഴിവാക്കാൻ വേണ്ടി കഴിയുമ്പോഴാണ് ആ ജീവിതം വളരെ നന്നായിട്ട് മുന്നോട്ട് പോകുക. അതേപോലെ തന്നെ ആരൊക്കെയോ ഉണ്ട് എന്നുള്ളൊരു തോന്നല്, ഭർത്താവ് വീട്ടിലില്ല, ഭാര്യ മാത്രമേ വീട്ടിലുള്ളൂ, എന്നാൽ ആരൊക്കെയോ ഉണ്ട്, ഒരു മൂന്നാമതൊരു തേർഡ് പേഴ്സൺ ഫീലിംഗ് എന്ന് പറയും, ഒരു മൂന്നാമതൊരാളുണ്ട് എന്നുള്ളൊരു തോന്നൽ, ഒരു ഫീലിംഗ് ഉണ്ടാവുക. അത് അവരുടെ ജീവിതത്തിൽ സിഹർ ബാധിച്ചിട്ടുണ്ട്. സിഹർ ആരൊക്കെയോ അതിനു വേണ്ടി ഇവരുടെ ജീവിതം തകർന്ന് കാണാൻ വേണ്ടി കൊതിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ലക്ഷണമാണ്. അതേപോലെ തന്നെ 11ാമത്തത്, ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് തോന്നുന്നു, ജീവിതം മടുത്തു എന്ന് തോന്നുന്നു, ആത്മഹത്യ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കാം. ചിലപ്പോൾ പ്രവാസികളൊക്കെ ആയിരിക്കും ഭർത്താക്കന്മാരെ. അപ്പോൾ ഭാര്യയ്ക്ക് വീട്ടിൽ ഏകാന്തമായിരിക്കുന്ന സമയത്ത് ജീവിതം മടുത്തു എന്ന് തോന്നിയിട്ട് ഒരു സൂയിസൈഡ് അറ്റംപ്റ്റിലേക്കൊക്കെ അതിനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുക. അതേപോലെ തന്നെ അല്ലെങ്കിൽ മനസ്സിൻ്റെ ഉള്ളിലേക്ക് അത്തരം വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ഭർത്താവും തന്നെ അങ്ങനെ തന്നെ ഒരു പ്രവണതയിലേക്ക് എത്തുക. ഇതൊക്കെ ഇവർ തകർന്നു കാണാൻ വേണ്ടി കൊതിക്കുന്ന ചില ആളുകളുടെ മാരണക്രിയകൾ കൊണ്ട് സംഭവിക്കുന്ന ചില വിഷയങ്ങളായിരിക്കാം. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ 11 കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സിഹറുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങളായേക്കാം. അത് നിങ്ങൾ എത്ര കൗൺസിലിംഗ് ചെയ്തിട്ടും നിങ്ങളുടെ ഭാര്യ ഭർത്താവ് നിങ്ങളുടെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എത്ര നന്നായി ശ്രമിച്ചിട്ടും നിങ്ങൾക്കത് മാറ്റാൻ കഴിയുന്നില്ല. എവിടെ പോയിട്ടും നിങ്ങൾക്ക് മാറ്റാൻ കഴിയുന്നില്ല. എത്ര കൗൺസിലിംഗ് ചെയ്തിട്ടും മാറ്റാൻ കഴിയുന്നില്ല. എന്നാൽ അത് സിഹർ തന്നെയാണ്. അപ്പൊ ഈ ലക്ഷണങ്ങളൊക്കെ ഉള്ളവർക്ക് സിഹർ ഉണ്ട് എന്നല്ല പറയുന്നത്. ഈ ലക്ഷണങ്ങൾ ഉള്ളവർക്ക് ഈ ലക്ഷണങ്ങൾ ഒരു പക്ഷേ സിഹറുമായി ബന്ധപ്പെട്ട കാരണങ്ങളായേക്കാം. അപ്പൊ അത്തരം സിഹറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ സിഹർ ബാത്തിലാക്കിയാലാണ് ആ വിഷയങ്ങൾ അവരുടെ മനസ്സിൽ നിന്ന് പോവുക. അപ്പൊ സിഹർ ബാത്തിലാക്കി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഈ ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല, ഈ വിഷയങ്ങളൊന്നും തോന്നൂല. അവരുടെ ജീവിതത്തിൽ നല്ല സ്നേഹമുണ്ടാകും, നല്ല സന്തോഷമുണ്ടാകും. അങ്ങനെ തന്നെയാണ് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുകയുള്ളൂ.
അപ്പോൾ ഇത്തരം പൈശാചിക പ്രവർത്തനങ്ങൾ, പിശാചി സേവയുമായി ബന്ധപ്പെട്ട് മറ്റൊരാളെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന എത്രയോ ആളുകൾ നമ്മൾ കാണുന്നില്ലേ? ഒരു കാരണവുമില്ലാതെ വളരെ സന്തോഷത്തോടുകൂടെ സ്വന്തം ഉപ്പയും ഉമ്മയും പറഞ്ഞയച്ച മകള് ഭർത്തൃ വീട്ടിൽ തൂങ്ങി മരിക്കുന്നത്. അതേപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ ഒരു വിഷയവുമില്ല, അവരുടെ ഒരു ഫിനാൻസ് എത്രത്തോളം, അവരുടെ സാമ്പത്തികമായ അവരുടെ ഒരു അടിത്തറ എത്രത്തോളം ഉണ്ട്. ഇവിടെ ഇപ്പോൾ കടന്നു വരുന്ന ന്യൂസുകളിലൊക്കെ നിങ്ങൾ നോക്കൂ, എല്ലാം ഈ ആത്മഹത്യകളും അതേപോലെ തന്നെ കുടുംബ കലഹങ്ങൾ, ഇത്തരം വിഷയങ്ങൾ സംഭവിക്കുന്ന കോടതികളിലൊക്കെ കെട്ടിക്കിടക്കുന്ന എത്രയോ കേസുകളുമായി ബന്ധപ്പെട്ട് പ്രയാസപ്പെടുന്നവർ, അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഒരു മൂന്നാമതൊരാള് വീക്ഷിക്കുന്ന ഒരു വീക്ഷണ കോണിലൂടെ അതൊക്കെ മനസ്സിലാക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ വളരെ നന്നായിട്ട് അവർ നടന്നു പോകുമ്പോഴൊന്നും ഇത്തരം വിഷയങ്ങളുണ്ടെന്ന് തോന്നുപോലുമില്ല. കാരണം നമ്മൾ കാണുമ്പോൾ അവരുടെ വീട് വലിയ മതിൽക്കെട്ടുകൾക്കപ്പുറത്താണ് അവരുടെ വീടിൻ്റെ പുറത്ത് 2-3 പോർച്ചുകളിലായിട്ട് വിലപിടിപ്പുള്ള പ്രീമിയം കാർസുകളുണ്ട്. അതേപോലെ തന്നെ അവരുടെ മക്കളെ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ, സ്കൂളിലേക്ക് ട്യൂഷന് പറഞ്ഞയക്കാൻ, എല്ലാം കൊണ്ടും വളരെ സൗഭാഗ്യവാന്മാരെന്നൊക്കെ കരുതുന്ന പല ആളുകളായിരിക്കും പിറ്റേ ദിവസം നമ്മൾ ന്യൂസ് പേപ്പറുകളിലൊക്കെ അവരുടെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്തരം വിഷയങ്ങളിലേക്ക് ഒരു പക്ഷേ സിഹിർ വലിയ വില്ലനാകുന്ന ചില ഏരിയകളൊക്കെ ഉണ്ടാകും. അതൊക്കെ കൃത്യമായി മനസ്സിലാക്കി അത് ബാത്തിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ വലിയ ബറക്കത്ത് നൽകട്ടെ, സന്തോഷം നൽകട്ടെ. സിഹിർ അല്ലാഹു സുബ്ഹാനഹു വ തആല ബാത്തിലാക്കട്ടെ. അർഹമർ റഹീമായ റബ്ബേ, സകല സിഹറും നീ ബാത്തിലാക്കണം അല്ലാഹ്, ഐന ബാത്തിലാക്കണം റഹ്മാൻ. ശൈത്വാന്റെ സകല പ്രശ്നങ്ങൾക്കും നീ ബുദ്ദുലാൻ നൽകണം അല്ലാഹ്. ഞങ്ങൾ ഒരാളെയും നീ സിഹർ കൊണ്ട് പരീക്ഷിക്കില്ല അല്ലാഹ്. ജീവിതത്തിലേക്ക് ചേർത്ത് പിടിച്ച ഇണയെ മരിക്കുന്നത് വരെ സ്നേഹത്തോടെ സ്നേഹം കണ്ടും കൊടുത്തും ജീവിക്കാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. എല്ലാവരും വിനീതനായി എനിക്കും എൻ്റെ കുടുംബത്തിനും ഉമ്മ ഉപ്പ ഉൾപ്പെടെയുള്ളവർക്ക് പ്രത്യേകം ദുആ ചെയ്യണമെന്ന വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.